എടി നിന്റെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞത്? ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് അവിടെ കിടന്ന് കൊച്ചുങ്ങളെടുത്ത് അടിക്കണ അതിന്? അല്ലല്ല, എനിക്ക് വരാൻ പറ്റില്ലടി. SP ഓഫീസിൽ പോയിട്ട് വേണം വരാനുള്ളത്. ശരി. നീ പിള്ളേരെ അടിക്കല്ലേ അമ്മ? പിള്ളേരെ അടിക്കല്ലേ? ശരി. അമ്മക്ക് അമ്മക്ക് ചപ്പാത്തി വേണ്ട, പുട്ട് വേണോ? ഞാൻ പറഞ്ഞു നാളെ ഉണ്ടാക്കി കൊടുക്കാം. അല്ല, കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മക്ക് ഭയങ്കര വിശപ്പാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിക്കുന്നില്ലേ? പറഞ്ഞു നാളെ ഉണ്ടാക്കി കൊടുക്കാം പുട്ടിന്. നീ അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എടാ കനക, നീ കേൾക്കണേ, ഞാൻ പറഞ്ഞു എനിക്കൊരു പുട്ടുണ്ടാക്കി തരാൻ. അപ്പോഴെവിടെ എൻ്റെ അടുത്ത് കാർട്ടൂണിൽ പിള്ളേർ കാണുന്ന കാർട്ടൂൺ ഉണ്ടല്ലേ, അതിലെ വൈറ്റേണ്ടി കുതിരയപ്പോൾ ഒരു ചാട്ടം എൻ്റെ നേരെ. അല്ലടാ, ഒന്നുമല്ലെങ്കിലും അല്ല പെറ്റ തള്ളയല്ലേ ഞാൻ, എൻ്റെ കൂടെ അങ്ങനെയൊക്കെ പറയാമോടാ? നീ എന്തിനേ അങ്ങനെ അമ്മയുടെ അടുത്ത്? ഏത് കുതിരപ്പല്ലമ്മ? കാർട്ടൂണിലെ വൈറ്റേണ്ടി കുതിര. ആ കുതിരപ്പല്ല ചാടി വന്നി. എന്റെ കനക്കൊന്നും മിണ്ടായിരിക്കണ്ട, എനിക്ക് അല്ലെങ്കിൽ തന്നെ രാവിലെ മുതൽ ഭ്രാന്ത്. കാര്യം പറഞ്ഞേ എന്തിനിപ്പ കാര്യം അറിഞ്ഞിട്ട്? എന്റെ വിഷമം ഇവിടെ ആർക്കും അറിയേണ്ടത്, എല്ലാവർക്കും പുട്ടും പഴവും മതിയല്ലോ. നീ കാര്യം പറ, എന്താ പ്രശ്നം? ആ പെൺപുലിയിലെ പെണ്ണുങ്ങളുടെ വായിരിക്കണ മുഴുവൻ കേട്ടിട്ടിരിക്കുക ഞാൻ. എന്തടി ഈ ശാഖ പറഞ്ഞ ശിഖരം കേൾക്കൂലേ? ഓ, ഇതൊന്നും അല്ല. പെൺപുലിയിലെ ലിയോണ ഫെഡറിക്. ലിയോണ ഫെഡറിക് ഇതൊക്കെ എവിടെ നിന്ന് ഇതൊക്കെ? അവര് മിനിഞ്ഞാന്ന് ഈ നൈറ്റിയും പാവാടയും ചുരിദാറൊക്കെ തയ്ക്കണ ഒരു യൂണിറ്റ് തുടങ്ങി. എന്റെ കഷ്ടകാലത്തിന് അത് ഞാൻ ക്ലീറ്റോനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. പെൺപുലിയുടെ ഒരു സംഭവമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അവിടെ ചെന്ന് ക്ലീറ്റയും മൈക്കൊക്കെ കിട്ടിയ ആവേശത്തിൽ അവിടെ ചെന്ന് തള്ളിക്കൊടുത്ത് ടൗണിൽ കുറേ കടകൾ, ക്ലീറ്റോന് തുണിക്കടകളൊക്കെ പരിചയമുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തോ ഓർഡറൊക്കെ പിടിച്ചു കൊടുക്കാമെന്ന്. ഇതും പറഞ്ഞ് ഈ പെണ്ണുങ്ങൾ ക്ലീറ്റോനെ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ ക്ലീറ്റോ ഫോൺ എടുക്കണില്ല. ഞാൻ ക്ലീറ്റോനെ വിളിച്ചു ചോദിച്ചപ്പോൾ ക്ലീറ്റോ, എൻ്റെ ദൈവം എന്ത് പറയാനാണ്? ഇപ്പം അവിടെ ഭയങ്കര ചർച്ച നടക്കുന്നത്. ഞാൻ എന്ത് പറയും ഇവരോട്? ക്ലീറ്റ പറയാണ് പൈസ കൊടുക്കൂന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മൈക്കിൽ ഉദ്ഘാടനത്തിന്. ഒന്നും കൊടുത്തില്ല, അതുകൊണ്ട് ഇപ്പൊ ഫോൺ എടുക്കണം. കൊടുത്തില്ലെങ്കിൽ കണക്കായി പോയി. ഇനിയിപ്പോ അവര് തച്ചുണ്ടാക്കിയ പാവാടയും ചുരിദാറും ഒക്കെ ആ കാർപ്പിക്കിനോട് ഇട്ടോണ്ട് നടക്കാൻ പറയട്ടെ. അയ്യോ, അങ്ങനെ ഒന്നും കൊടുക്കാതെ ഇരുന്നില്ലടാ. പൊന്നാടയും ഇതുമാക്കി റോസപ്പൂവും കൊടുത്തു. ഈ ക്ലീറ്റോന്റെ പൊട്ട പ്രസംഗത്തിന് അത്രയൊക്കെ തന്നെ ധാരാളം. ഇതല്ലേ ചാട്ടം? ചുമ്മാണ് ക്ലീറ്റസ് ഇവിടെ ഇരിക്കാത്തത്. ഇതേ കണക്ക് ചാടും. പിന്നെ എങ്ങനെ ഇവിടെ ഇരിക്കണം? അമ്മ ഒന്ന് പൊയ്ക്കമ്മേ. ഞാൻ ആ പെണ്ണുങ്ങളോട് എന്ത് പറയുന്ന ആലോചിച്ചോണ്ടിരിക്കണം. അവരിപ്പൊ ക്ലീറ്റോ നോണ പറഞ്ഞാൽ പൊങ്ങച്ചടിച്ചാണെന്ന് പറയില്ലടാ. ഞാൻ അവരോട് എന്ത് മറുപടി പറയും ഞാൻ? നീ പറ. നീ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ പാടായി. നീ അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ നോക്കും. അമ്മയ്ക്ക് എന്തിനാ ഇപ്പൊ കഴിക്കാൻ കൊടുക്കണത്? പച്ചച്ചപ്പാത്തി 2 എണ്ണം പിച്ചി തിന്നു. അയ്യോ, പറഞ്ഞ സംസാരിച്ചോണ്ടിരുന്ന കൂട്ടത്തിൽ ചപ്പാത്തി കഴിക്കും. ഇടകൂടങ്ങളൊക്കെ നീല് വെച്ച് വരുത്തുന്നത്. എന്നാലും ലിയോണ ഫെഡറിക് നല്ല കൂട്ടായിരുന്നു അവര്. ആര്? നീ അവളുമായിട്ടാ? എന്നിട്ട് ഇനിയിപ്പൊ എന്നെ കണ്ണെടുത്താ കണ്ടുകൂടായിരിക്കും. ഫോർട്ട് കൊച്ചി. അവിടുന്ന് ഇവിടെ വന്ന് താമസിക്കണതാ. റൊണാൾഡോ മാമ എങ്ങനെ വണ്ടി പണി പഠിച്ചേ? എന്ത് വിളിച്ച? റൊണാൾഡോ മാമ. അതിനൊരു കൈ. ഈ വണ്ടിപ്പണി പഠിച്ചെന്ന് പറഞ്ഞാലേ എനിക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു. എന്തൊരു കാര്യം ഒരു പ്രാവശ്യം കണ്ടാൽ ഞാനത് അന്നേരം അങ്ങ് നമ്മുടെ ഇതിനകത്തിടും. പിന്നെ ഓർമ്മ, കൊച്ചുനാള് മുതലുള്ള എല്ലാ കാര്യവും എന്റെ തലയിലുണ്ട്. ഭയങ്കര ഓർമ്മ ശക്തിയാണ്. 10ാം ക്ലാസ്സിൽ എങ്ങനെയാ തോറ്റുപോയത്? അത് പിന്നെ സ്കൂളുകാർ പറയാ പരീക്ഷ മൊത്തം എഴുതാൻ ജയിപ്പിക്കത്തില്ലെന്ന്. ഇങ്ങനെ വാശി പിടിക്കാൻ കൊള്ളാവോ? അവസാനം എന്റെ വാശിയുടെ മുമ്പിൽ സ്കൂളുകാർ തോന്നി. ഞാൻ പഠിത്തം നിർത്തി. പക്ഷെ പഠിക്കാൻ പോയില്ല. അമ്മ അടുത്ത് വേറെ പരിപാടിയല്ലോ നടക്കും. കൂടെ എടുത്ത് കൊച്ചിനെ നീ മെക്കാനിക്കാക്കി മാറ്റുമോ? ഒരിക്കലും മെക്കാനിക് ആവത്തില്ല മച്ചമ്പി. കാര്യം എന്ന് പറഞ്ഞാൽ കനക മച്ചമ്പിയുടെ ആ ഒരു
കൂർമ്മ ബുദ്ധി. ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കിള്ളി 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 ചോദിക്കത്തില്ലേ, അതേപോലെ ഏഴക്കാരന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കരുതിയിരിക്കുന്നല്ലേ എന്നെ? അല്ല മച്ചമ്പി, ഞാനത് മോശമായിട്ട് പറഞ്ഞല്ല. മച്ചമ്പി ഇങ്ങനെ ഓരോന്ന് കിള്ളി 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 സത്യം മനസ്സിലാക്കത്തില്ല, അത് പറഞ്ഞതാ. കണ്ടോ, ഇവ ഭാവിയിൽ ഒരു ഈ എന്താ പറയുന്നത്, നമ്മുടെ റോക്കറ്റ് ഉണ്ടാകുന്ന മെക്കാനിക്കാവും. റോക്കറ്റ് ഉണ്ടാക്കുന്ന മെക്കാനിക് അല്ലടാ, സയന്റിസ്റ്റുകളാ അല്ലേ കളെ? എന്താ അവനറിയാം. അങ്ങനെയാന്ന് ചോദിക്കാം. മോൻ വലുതാവുമ്പോ ആരാവാനാണ് ഇഷ്ടം? എനിക്ക് കളക്ടർ ആവണം. കളക്ടർ. ഓ പൊളി കേട്ടാ, അങ്ങനെയാണ്. കുട്ടികളാകുമ്പോ ലക്ഷ്യബോധം ഉണ്ടാവണം. മക്കളിനപ്പോ കളക്ടർ ആവാനല്ലേ ആഗ്രഹം. അങ്ങനെ കളക്ടർ ആവാൻ വേണ്ടി ഓരോ ക്ലാസ്സും പഠിച്ച് പോകുമ്പോ കളക്ടർ ആവും. അതിനിപ്പം തക്കുട് കളക്ടർ ആവാൻ പ്രത്യേകിച്ച് പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതായത് ക്ലീറ്റൻ മച്ചമ്പടി സോഷ്യലിസവും കനം മച്ചമ്പടി കൂർമ്മൂത്തി ഉണ്ടല്ലോ മറ്റേ പോലീസ് പ്രയോറിറ്റി, അതുകൂടെ ചേരുമ്പോ തന്നെ ഇവൻ കളക്ടറിന്റെ മേള് അതൊക്കെ മേലുള്ള ഒരാളാണ്. എന്ന് വെച്ചാ ബ്ലോക്ക് പ്രസിഡന്റ്. എന്തൊക്കെ പൊട്ടത്തരാണ് വിളിച്ചു പറഞ്ഞത്? മച്ചമ്പി കളക്ടർ ഓഫീസിന്റെ മേളിലാണ് ബ്ലോക്ക് പ്രസിഡന്റ് ഇരിക്കുന്നത്. മക്കളെ, ഈ മാമന്റെ അടുത്ത് കൂടുതൽ നിൽക്കല്ലേ കേട്ടാ. മാമൻ പൊട്ടത്തരങ്ങളൊക്കെയാണ് വിളിച്ചു പറയണത്. മക്കളും ഇതൊന്നും കേട്ട് പഠിക്കരുത് കേട്ടാ. നമുക്ക് കളക്ടർ ആയാൽ മതി. ആവശ്യമുള്ള കാര്യം പറഞ്ഞു പറഞ്ഞ. എന്റെ ബുദ്ധിക്കകത്ത് നിന്റെ മാമന് ഒരു ഇച്ചിരി ഇഞ്ചി കടിയുണ്ട്. അതിന് മാമൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട. നമ്മളടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും നേടാൻ പറ്റും. ഏത് അപ്പോൾ ഇതിന്റെ പേരാണ് സ്പാനർ. നോക്കിക്കോ. ഇപ്പൊ വല്ല സ്പെഷ്യലൊക്കെ വേണമെങ്കിൽ നേരത്തെ പറയണം. ഇവിടുന്ന് മീനും തക്കാളി ഇതും ഉള്ളൂ, അല്ലാതെ ഇനിയിപ്പോൾ ആ മുഹൂർത്തത്തിൽ പറയാൻ നിൽക്കരുത്. വേണമായിരുന്നടി, എനിക്കൊരു കരിമീൻ പൊള്ളിച്ചത് വേണമായിരുന്നു. നോക്കുവോ ഈ വീട്ടിലുള്ളത്? അതെന്ത് ഈ വീട്ടിൽ കരിമീൻ വേവിച്ചാ വേവത്തില്ലേ? ഈ വീട്ടിലെ അവസ്ഥയ്ക്കുള്ളത്. ഈ വീട്ടിൽ ഇത് അവസ്ഥ എന്നല്ല പറയുന്നത്, ദാരിദ്ര്യം എന്നാ പറയേണ്ടത്. അതെ തന്നെ, ദാരിദ്ര്യമാണ്. കാരണം എന്താണെന്നറിയാമോ, അമ്മയുടെ ഭർത്താവിനെ പോലെ അമ്മയുടെ മകനെ പോലെ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരില്ല. എന്റെ ഭർത്താവ് ഒരു സാധാരണപ്പെട്ട രാഷ്ട്രീയക്കാരനാണ്. ഞങ്ങൾക്ക് ഇച്ചിരി ദാരിദ്ര്യം ഉണ്ടേ. അത്രേ ഉള്ളേ. അപ്പൊ ആ പരിമിതിയിൽ നിൽക്കണം. നിന്റെ ഈ ജാടയും പത്രാസും ഒക്കെ കളയണം കേട്ടാ. ഇത് എന്ത് പാടാന്ന് പറ. അമ്മ എന്തിനാന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ അമ്മയ്ക്ക്. രാവിലെ അല്ലടി, എനിക്ക് മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ല. രാവിലെ ഒരു ബോറടി. കനകനാണെങ്കിൽ കിടന്ന് ഉറങ്ങുന്നു, പിന്നെ ലില്ലി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞുകൊണ്ട് ഇരിക്കായിരുന്നതാ. ഓ അതാണോ കാര്യം? ലില്ലി എങ്ങനെ വീട്ടിൽ നിൽക്കും? ഇതല്ലേ അമ്മയുടെ സ്വഭാവം. അവള് പേടിച്ചിട്ട് നാട് വിട്ടു പോയത്. മോന്ത കണ്ടാലേ ചത്തി കിടക്കുന്ന ചാടി നേരിച്ച് നിന്നെ അടിക്കും. എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുള്ളൂ. എന്നെ പെറ്റത് ഐശ്വര്യ റായി ആണല്ലോ. അല്ലടി, ക്ലീറ്റസ് എവിടെ? നിന്റെ ആ പാവാടക്കാരിയുടെ കാര്യം എന്തോന്നായി? ഓ എന്റെ അമ്മ ലിയോണ ഫെഡറിക്ക് എന്നോട് മിണ്ടണില്ല. ഓ അവളുടെ പാവാടയുടെ പരിപാടി ഞാനല്ലേ നിർത്തിക്കളഞ്ഞത്. അങ്ങനെ അവൾമാര് വിചാരിച്ചിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് തയ്ക്കാനൊക്കെ അറിയാലോ, നീ കൂടെ അവിടെ പോയിരുന്നു തച്ചാൽ അത് നല്ലതല്ലേ? ലിയോണ ഫെഡറിക്കിന്റെ അടുത്താ? ഞാനാ? അമ്മ ഇത് എന്താ അമ്മ ഈ പറയുന്നത്? അതായത് എന്റെ പെൺപുലിയുടെ ഒരു അംഗം ലിയോണ ഫെഡറിക്ക്, അവര് തുടങ്ങിയേക്കണ ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പോയത് ഞാനും എന്റെ ഭർത്താവും. ഞാൻ അവരുടെ കടയിൽ പോയിരുന്ന് തയ്ക്കാനാണ് അമ്മ പറയുന്നത്. അയ്യോ അത് ശരിയാണല്ലോ. നീ എന്തോന്നാ ചില്ല കൊമ്പ എന്തൊക്കെ? ശാഖ. അപ്പൊ ഈ ശാഖയും കൊണ്ട് അനങ്ങാതെ അങ്ങ് ഇരുന്നോ. അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്റ്റാറ്റസ് എന്താന്ന് മനസ്സിലാവാത്ത ആൾക്കാരാ അമ്മയൊക്കെ. അയ്യോ പോണായിരുന്നടാ. പോയിട്ട് വാ. അമ്മയുടെ തിന്നറാപ്പി എന്തൊക്കെ മേടിക്കണം? 1 കിലോ പച്ചരി, 1 കിലോ വെളിച്ചെണ്ണ, 1/2 കിലോ ഉഴുന്ന്. അമ്മ, ഞാനും കൂടെ റൊണാൾഡ് മാമിന്റെ കൂടെ പൊക്കോട്ടെ. അതെ, വരുന്നത് കൊണ്ട അവിടെ ചെന്ന് അത് വേണം ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞാൽ എന്റെ മേടിക്കാൻ പൈസ. അവനൊന്നും പറയൂല. നീ ഒന്നും മേടിക്കാതിരുന്നാ മതി. കണ്ണി കാണാൻ അരിയുണ്ടേം. മക്കള് പോയിട്ട് വാട്ടാ. ഒരു കോലുമുട്ടായി മേടിച്ചു കൊടുത്തേക്കടാ കൊച്ചിന്. 2 അമ്മേ ഇതൊന്ന് പൊളിച്ചതാ. അമ്മേ ഇതൊന്ന് പൊളിച്ചതാ. ഈ വെളുത്തുള്ളി ഞാനിപ്പോ വരാം. ഇച്ചിരി വേപ്പില എടുത്തിട്ട് വരട്ടെ. റൊണാൾഡോ മാമ, ഇനി കൊടാലേക്ക് പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോവോ? പിന്നെന്താ, അടുത്ത മാസം ഞങ്ങളുടെ ജൂബിലി ക്ലബിന്റെ വാർഷികമുണ്ട്. അന്നേരം പുഴുങ്ങിയ മുട്ട തീറ്റ മത്സരമുണ്ട്. അപ്പൊ അതിന് ഞാൻ പോകുമ്പോ തക്കുട് പോലെ കൊണ്ടുപോകും. തീറ്റ മത്സരത്തിലെ റൊണാൾഡോ മാമയായിരിക്കും ഫസ്റ്റ്? അല്ല,
ഞാനിപ്രാവശ്യം ക്ലബിന്റെ ഭാരവാഹി കൊണ്ട് അവര് പറഞ്ഞ് മത്സരിക്കേണ്ടത്. ഞാൻ മത്സരിച്ച ഫസ്റ്റ് നമ്മുടെ ക്ലബിന് തന്നെ കിട്ടുമെന്ന് പറഞ്ഞ്. സേവിച്ച എന്താണ് വിശേഷം? സുഖമാണോ? റൊണാൾഡോ ആദ്യം സൂചിപ്പിക്കണ്ട. എനിക്ക് എൻ്റെ വാടക പൈസ ഉടനെ കിട്ടണം. നീ പറഞ്ഞു വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല, എപ്പോൾ വിളിച്ചാലും കിട്ടത്തുമില്ല. അച്ഛാ പ്ലീസ്, കൊച്ചൻ്റെ കൂടെ ഒന്നും പറയല്ലേ. ആരെന്തായാലും എനിക്ക് എൻ്റെ വാടക പൈസ കിട്ടണം. ഒരു മിനിറ്റ് മോനെ, മോൻ ഇതുമായിട്ട് നേരെ വീട്ടിലോട്ട് പോകും. അങ്കിളിപ്പോൾ അറിയും മാമനെന്ന് കണ്ട് സംസാരിച്ചിട്ടേ. നീ എന്താണ് തോന്നിയാസം കാണിക്കുന്നത്? കട വാടകയ്ക്ക് എടുത്ത് വാടകയും തരില്ല, വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല. അച്ഛാ വാടക പൈസ ഞാൻ കുറേ ചേട്ടൻ കൊണ്ടുതരാം അച്ഛാ. റൊണാൾഡോ അവധി പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാടക തരുന്നില്ല എനിക്ക് എൻ്റെ വാടക ഉടനെ കിട്ടണം. പക്ഷെ പഴയതുപോലെ പണിയില്ല, ഞാൻ അതുകൊണ്ടല്ലേ വർഷപ്പ് തുറക്കാത്തത്. റൊണാൾഡോ അവധി പറഞ്ഞു മടുത്തു. നീ എന്തായി കാണിക്കുന്നത്? എനിക്ക് എൻ്റെ പൈസ കിട്ടണം. പണിയില്ല, പണിയില്ലെന്ന് ഞാൻ നിനക്ക് പണിയുണ്ടെന്നുള്ളത് അറിയുന്നുണ്ടല്ലോ. എനിക്ക് എവിടുന്ന് പണിയുണ്ടെന്ന് ഈ പറയുന്നേ? നീ വീട്ടിൽ കൊണ്ടിട്ട് പണി തരാൻ ഞാൻ അറിഞ്ഞു. അച്ഛാ വീട്ടിൽ കൊണ്ടിട്ട് പണിയെന്ന് പറഞ്ഞാൽ 100, 200, 200 ഈ ലൊട്ടിലൊടുക്ക് പണി. അതുകൊണ്ട് എന്തോ കൊടുക്കാനാ അച്ഛാ? പോലീസ് സ്റ്റേഷനിലെ പണിയെല്ലാം നീ അല്ലേ ചെയ്ത്? ആ കിട്ടിയ പൈസയൊക്കെ നീ എന്ത് ചെയ്തു? അച്ഛാ പോലീസ് സ്റ്റേഷനിലെ പണിഞ്ഞ പൈസ കിട്ടിയതുകൊണ്ടാണ് സ്കൂള് തുറപ്പ് വന്ന് കൊച്ചുങ്ങൾക്ക് ബുക്കും ബാഗും ഒക്കെ മേടിച്ചത്. അതൊന്നും മറിച്ചതുകൊണ്ട് ഇല്ലാതെ ഞാൻ ആ പൈസ കൃത്യമായിട്ട് അവിടെ കൊണ്ട് നീ പറയുന്നതല്ല, ഒന്നും പറയുന്ന പോലെ ചെയ്യുന്നില്ല. എനിക്കിതൊന്നും അറിയണ്ട. എനിക്ക് എൻ്റെ പൈസ ഉടനെ കിട്ടണം. അച്ഛാ എനിക്കൊരു 2 ആഴ്ചത്തെ സാവകാശം എങ്ങനെ എന്താ? 2 ആഴ്ച പോയിട്ട് 1 മണിക്കൂർ പോലും തരാൻ പറ്റത്തില്ല. ഞാൻ തരാച്ച ഒന്ന് തൽക്കാലം ഇത് എൻ്റെ ഇരിക്കട്ടെ. ഞാൻ വരാം. ഞാൻ നിന്നെ അച്ഛാ അച്ഛാ ഞാൻ പറയുന്നൊന്ന് കേക്കച്ചാ. ഇതെന്നാ പൊള്ളിയതാണോ ഇത്? എന്നാ വേണ എന്താ കൊച്ച് അച്ഛപ്പുണ്ടായി. ഒറ്റയ്ക്ക് വന്ന്? തക്കടുവേ, ഓ അമ്മ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ. വാ മക്കളെ. ആ വരുന്നു. ഷോ ഇത് വലിയ സഞ്ചിയൊക്കെ തന്ന് റൊണാൾഡോ മാമൻ കുഞ്ഞിനെ പറഞ്ഞു വിട്ടാ. ഒറ്റയ്ക്കാ മകള്? അവനെന്തിയേ? മാമൻ ഗേറ്റിന്റെ അവിടെ നിന്ന് ആരായിട്ട് വഴക്ക് കൂടുന്നെന്ന് തോന്നുന്നു. ആരുമായിട്ട് വഴക്ക് കൂടുന്ന? ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആര്? അവൻ വഴക്ക് കൂടുന്ന? റൊണാൾഡോ മാമൻ അല്ല, വേറൊരു മാമൻ റൊണാൾഡോ മാമന്റെ അടുത്ത് വഴക്ക് കൂടുന്നു. എന്തിന്? എന്തിനാ? അത് വർക്ക്ഷോപ്പിന്റെ വാടക കൊടുത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെയാ മക്കളെ നിക്കണേ? അങ്ങ് ദൂരെ. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴേ റൊണാൾഡോ മാമന്റെ ഫോൺ എടുത്തോണ്ട് പോയി. ആരാ? അങ്കിളാ? ആ, എന്നിട്ട് എത്ര ചോദിച്ചിട്ടും കൊടുത്തില്ല. എന്തൊരു കഷ്ടോ. ഈ കിട്ടുന്ന പൈസയൊക്കെ അവ എന്തോ ചെയ്യുവാ? അവന് എവിടെയാ പണി ഇപ്പോ? പണി കുറവാടാ. എന്നിട്ട് ഇങ്ങനെ എല്ലാരും വിളിച്ചോണ്ടിരിക്കണ കാണാ. എന്തെങ്കിലും പണിയുണ്ടോന്നും ചോദിച്ചപ്പോ അവൻ എന്ത് ചെയ്യാനാ? പണി ചെയ്യാൻ വയ്യാത്തതിന്റെ കുഴപ്പമാണ്. പിന്നെ ആവശ്യം പോലെ പണിയുണ്ട്. പണി അവൻ ചെയ്യാൻ വയ്യലാണ്. അവന് ദേഹകാനമായതിന് എപ്പോൾ എന്ത് ചെയ്യാനാ? ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ സഹായദാസിന്റെ ബൈക്ക് കേടായി പോയി. അവൻ ശരിയായി കൊടുത്തു. നല്ല പണിക്കാരനാണ്. പൈസ കൊടുത്തപ്പോ ആ പൈസ സ്കൂളിലെ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കാൻ പറഞ്ഞിട്ടുണ്ടായ പണി എന്തെടി ഇറങ്ങി പണി കാണണം. അല്ല പറ്റുമോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ വാടക കൊടുത്തില്ലെന്നും പറഞ്ഞ് ഇറക്കി വിടുന്നത് ശരിയാണോ? ശരിയാണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിശ്ശിക കൂടിയിട്ടുണ്ടാവും. അമ്മ അവരതുകൊണ്ട് ജീവിക്കുന്നതല്ലേ. അവർ ചിലപ്പോൾ വാടക കൊടുത്തിരുന്ന പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കും മാറ്റി വയ്ക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ പൈസ കിട്ടണ്ടേ അവർക്ക്? എടാ നിനക്കറിയാമോ ആ വർക്ക്ഷോപ്പിന്റെ ഓണർ അറിയാമെങ്കിൽ ഒന്ന് വിളിച്ചു പറയടാ. എന്ത് വിളിച്ചു പറയാൻ? ഒന്ന് ആ പൈസ കൊടുത്തിട്ട് മൊബൈൽ തിരിച്ചു മേടിക്കുക, എന്നിട്ട് വർക്ക്ഷോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നടത്തുക, അല്ലെങ്കിൽ വിട്ട് കളയുക. ഒരു ഉപകാരം ചെയ്യും മക്കളെ. മക്കളുടെ പേരിൽ ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ജോലി അവന് ഒപ്പിച്ചു കൊടുക്കുക. അമ്മ കഴക്കൂട്ടത്തെ അരുണെന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട്, ഓട്ടോ പാർക്കില്ല. അവനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് അവനടുത്ത് ചെല്ലാൻ പറഞ്ഞാണ്. അപ്പൊ അവനതിന് പറ്റില്ല. അവൻ അതിന് ആരുടെയും കീഴിൽ ജോലി ചെയ്യൂല. അവനപ്പൊ ഈ തിന്നും കുടിച്ചിങ്ങനെ നടക്കാൻ പറ്റൂലല്ലോ. എന്നെ കാര്യം എന്നാലും കേട്ടപ്പോ വല്ലാത്തൊരു വിഷമം തന്നെ. ആ ഇത് എവിടെയായിരുന്നു? കുറെ നേരം ആയല്ലോ അപ്രത്യക്ഷനായിട്ട്. അവിടെ ജംഗ്ഷനിൽ ചെറിയൊരു പണി. അതാരാ നിനക്ക് പണി തന്നത്? ആരും പണിയൊന്നല്ല, ഒരു വണ്ടിയുടെ പണി കിട്ടിയെന്ന് പറഞ്ഞു. ആ അതിനെ ഞാൻ ഉദ്ദേശിച്ചത്. നീ പിന്നെ എന്താ ഉദ്ദേശിച്ചേ? വണ്ടിയുടെ പണി അതാ. തക്കുടു. തക്കുടു എന്തി നിന്റെ കൂടെ അല്ലേ വന്നത്? തക്കുടു അവൻ വന്നില്ലേ? ഞാൻ അവനെ ഇവിടെ വരെ കയറ്റി വിട്ടായിരുന്നല്ലോ. ഞാനുണ്ടല്ലോ സൂചി വെച്ചൊരു കുത്ത് ഞാൻ തരും കേട്ടോ. കൊച്ചിനെ നിന്നാടാ ഒറ്റയ്ക്ക് വിട്ടത് നീ? അതല്ല, പണിയുടെ ആള് വന്ന് പെട്ടെന്ന്. പണിയുടെ ആള് വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ ഒറ്റയ്ക്ക് വിടുവോ?
അവിടെ വരെ അത്ര അത്യാവശ്യം എന്തായിരുന്നു നിനക്ക്? അല്ല അയാൾക്ക് പെട്ടെന്ന് അയാൾ പിന്നെ പോയാൽ അയാൾക്ക് ഇവിടെ ജോലിയുള്ള അയാൾ പോണം. അപ്പൊ ഇനി മേലാവട്ടെ കൊച്ചിനെ ഒറ്റയ്ക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ കനകന്റെ അടുത്തുണ്ട്. ആണോ? പിന്നെ ഓ ഈ പെൺപുലിയിലെ മാസവരി പിരിച്ച വല്ല ഇരിപ്പുണ്ടോന്നു പൈസ? എന്തിപ്പോ അത്ര അത്യാവശ്യം? വണ്ടിയുടെ 2-3 സ്പെയർ ഒക്കെ മേടിക്കണം. നിനക്ക് ഇന്നലെയും കുറെ സ്പെയർ പാർട്ട് മേടിക്കണുണ്ടായിരുന്നല്ലോ നീ. അതിപ്പോ വഴി വെച്ച് കണ്ടില്ല. അയാൾക്ക് അത് അയാൾ പണിഞ്ഞു കഴിഞ്ഞാൽ പൈസ തരും. അപ്പോൾ സാധനം ഇട്ടും. ആര് പണിയില്ലേ? ഒരു പണിയില്ലടാ, സ്പെയർ പാർട്ട് മേടിച്ച് കൂട്ടുന്നുണ്ട്. ഇന്ന് ഇതേ ഇപ്പോഴും ചോദിക്കുന്നു. ഒരു പണി കൊടുക്കാം. ഇടി നമ്മുടെ സുരേഷിന്റെ വണ്ടിക്ക് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞു. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നിന്റെ വർക്ക്ഷോപ്പിലിട്ട് പോവാം. അവൻ അവിടെ വണ്ടിയും കൊണ്ടുവരും. അവിടെ ഇട്ടൊന്ന് ശരിയായി കൊടുത്താൽ എന്ത് സൈലൻസിന് എന്തോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അല്ല വണ്ടി കൊണ്ട് ഇഞ്ഞ് വരാൻ പറ, നമുക്ക് ഇവിടെ ഇട്ട് പണിഞ്ഞു കൊടുക്കാം. എന്റെ വർക്ക്ഷോപ്പ് അവിടെ ഇല്ലടാ. അവിടെ വരുന്നില്ല, അവിടെ അല്ലേ ടൂൾസ് അല്ലേ ഉള്ളത്. പിന്നെ എന്തിനാ ഇവിടെ വരുന്നതാ? അത്യാവശ്യം ടൂൾസ് എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇട്ട് പെട്ടെന്ന് പണിഞ്ഞു കൊടുക്കാം. സാറിനോട് ഇഞ്ഞ് വരാൻ പറ. ഇവിടെ വാടക കൊടുത്തിട്ട് വർക്ക്ഷോപ്പ് എടുത്തിട്ട് പിന്നെ അവിടെ ഇട്ട് പണിയുന്നതല്ലേ നല്ലത്. ഇവിടെ തടുക്കണതിന്. അല്ല ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ഞാൻ അങ്ങനെ പോകത്തില്ലല്ലോ. ഇവിടെ ഇട്ടാ പണിയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇഞ്ഞ് വന്നാലേ നമുക്ക് പെട്ടെന്ന് പണിഞ്ഞു കൊടുക്കാം. ദേ റോസ്മേരി വിളിച്ചിട്ടുണ്ടായി നിന്നെ കിട്ടണില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അവളൊന്ന് വിളിക്ക്. ചേട്ടത്തിൻ്റെ ഫോൺ കിട്ടും തരാം, ഞാൻ വിളിക്കട്ടെ. എന്റെ മൊബൈലേ സ്വിച്ച് ഓഫ് ആയി റൂമിൽ ഇരിക്കുന്നു. ചാർജ് ചെയ്യണം. കുത്തിയിടണോ അത്? കുത്തിയിട്ട് കഴിഞ്ഞാൽ കുറെ നേരം എടുക്കും ഓണായി വരാൻ. ആണോ? ഫോൺ കംപ്ലൈന്റാ? ആ മക്കളെ റൊണാൾഡോയുടെ മൊബൈൽ അവിടെ ഇരിപ്പണമെങ്കിൽ എടുത്തതാ. അല്ല അത് കുത്തിയിട്ടത് എനിക്കറിയാം. അത് ഞാൻ തന്നെ കുറെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴേ ഫിംഗർ ആയോണ്ടേ അത് തനി ഓണായി വരും. ഫിംഗർ ഓൺ ആവും, മൊബൈൽ ഓൺ ആവും. മൊബൈല് കയ്യിലുണ്ടെങ്കിൽ. എന്റെ ഫിംഗർ അല്ലേ അത്. അപ്പോൾ ഞാൻ അത്യാവശ്യം. എന്താ നിന്റെ പ്രശ്നം? അല്ല റോസ്മേരിയെ വിളിക്കാൻ. അത് ആ വർക്ക്ഷോപ്പിൽ വാടക കൊടുക്കാറില്ലേ? ഇല്ല. എന്ത് പോത്ത വർക്ക്ഷോപ്പിൽ വാടക കൊടുക്കാത്ത എന്ത്? അവിടെ ഇപ്പൊ പഴയതുപോലെ പണിയില്ല വച്ചമ്പി. അത് പണിയല്ല ഇല്ലാത്തതുകൊണ്ടേ അപ്പൊ അയക്ക് പൈസ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ അയക്ക് കുറേശ്ശെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അയാൾക്ക് മൊത്തം വേണം. അപ്പൊ അയാൾ എന്ത് ചെയ്ത്? പറ. അയാള് മൊബൈൽ എടുത്തുള്ളൂ. നിനക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ പണി കിട്ടിയതല്ലേ റൊണാൾഡേ? അന്നേരം അതങ്ങ് കൊടുക്കേണ്ട കാര്യം ഉണ്ടല്ലേ ഉണ്ടായിരുന്നു? അന്നേരം വലിയ സ്കൂൾ ഉറപ്പ് വന്നേ. കുഴപ്പമില്ല, ഞാൻ അത് അറേഞ്ച് ചെയ്ത് എടുക്കും. എവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്നേ? ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. ആരുടെ അടുത്ത്? എത്രയാ കുടിച്ച? 6000 3 മാസം. എന്തൊരു 4000 രൂപ ഉണ്ട്. ബാക്കി പൈസ അവള് തരും. മേടിക്കുന്നേ. പിന്നൊരു കാര്യം, മറ്റേ സേവറിനെ പോലെ അല്ലേ, വാങ്ങിയ പൈസ കൃത്യമായിട്ട് തിരിച്ചു തരണം. എല്ലായിടത്തും അകത്തിട്ട് ഞാൻ കേട്ടാ. ഓ അല്ല ഇതങ്ങനെ ഇവിടെ ഇറങ്ങി സേവിച്ചെടുക്കണം. നീ അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. എന്നാ 2000 ഉണ്ട്. നീ ആ വാടക കൊണ്ടുവന്ന് കൊടുക്ക്. നിനക്കൊന്നും വളം വെച്ച് തരാൻ പാടില്ലാത്തതാ. എന്നാലും ഇതെങ്ങനെ അറിഞ്ഞ്? ആരേത് ഇവിടെ ഒന്ന് പറഞ്ഞേ? മക്കളവിടെ നടന്ന് കണ്ടായിരുന്നോ? ആ മാമനെ റൊണാൾഡോ മാമന് വഴക്ക് പറഞ്ഞപ്പോ നീ വിഷമമായി. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞേ. ഇനിയിപ്പം റൊണാൾഡോ മാമൻ പേടിക്കണ്ട, പ്രശ്നമെല്ലാം തീർന്നല്ലോ.